അങ്ങനെ ബാലേന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് വൈജയന്തി ഇറങ്ങി പോവാണ് കേട്ടോ. പോകുന്ന സമയത്ത് എല്ലാം ഉപേക്ഷിച്ചാണ് വൈജയന്തി പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് വലിയ ദുരന്തത്തിൽ ആണ് വൈജയന്തി പോകുന്നത്. വൈജയന്തിയുടെ സമനില തെറ്റി അവിടെ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി വൈജയന്തി ആശുപത്രിയിൽ എത്തിക്കുകയാണ്. അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചറിഞ്ഞ് മാലതിയും ഗംഗാധരം എന്ന ആശുപത്രിയിൽ എത്തുന്നുണ്ട്. വൈജയന്തിക്ക് സീരിയസ് ആണെന്ന് അറിഞ്ഞിട്ടാണ് അവർ എത്തുന്നത്. അന്നേരം ശിവനോടും രാജീവനോടും ഗംഗാധരൻ ചോദിക്കുകയാണ്, എന്താടാ ഇവിടെ സംഭവിക്കുന്നത്, എന്നെ ഒന്ന് വിളിച്ച് പറയാമായിരുന്നില്ലേ എന്ന്. ബാലേന്ദ്രൻ അറ്റാക്കായിട്ട് സുഖം പ്രാപിച്ചപ്പോൾ വീട്ടിലേക്ക് പോയതേയല്ലേ ഉള്ളൂ, ഇപ്പോൾ ഇതാ വൈജയന്തിക്കും ഇങ്ങനെ, എന്താ ഇവിടെ ശരിക്കും സംഭവിക്കുന്നതെന്ന്. അപ്പോൾ രാജീവൻ പറയാണ്, അന്ന് അറ്റാക്ക് വന്നപ്പോൾ ബാലേന്ദ്രൻ അങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു എന്ന്, എന്നാൽ നമ്മുടെ പെങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുന്നില്ല എന്ന്. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുകയാണ്, എന്താ ഈ പറയുന്നത്. അപ്പോൾ രാജീവൻ പറയാണ്, അതേ ഏട്ടാ, ഇവിടെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ആ അലീന എന്ന് പറഞ്ഞവളുണ്ടല്ലോ, അവൾ ആ ബാലേന്ദ്രൻ്റെ മകളാണ്, അവൻ്റെ സ്വന്തം മകളാണ്. അവൻ ദുബായിലുള്ള സമയത്ത് ഏതോ സ്ത്രീയിലുണ്ടായ കുട്ടിയാണ് അലീന. അപ്പോൾ ഗംഗാധരൻ പറയാണ്, നീ ഇങ്ങനെ വേണ്ടാത്തൊന്നും പറയല്ലേ രാജീവ. ബാലേന്ദ്രൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ്റെ മനസ്സിൽ എന്നും വൈജയന്തി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.